ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് എഗെയിൻ ഒരു വൈറൽ ടിപ്പ്, ഒരു വൈറൽ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് എനിക്ക് വന്ന മാറ്റങ്ങളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത്. ഇത് വണ്ണമുള്ളവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്താ ആ സാധനം എന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുന്നേ എനിക്ക് വന്ന മാറ്റങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒട്ടുമിക്കൊരു 96% പേരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഗൈസ് കാണുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല? ഒന്ന് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. എന്നാലല്ലേ എന്നെ പോലെയുള്ള ഒരു ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ അതൊരു സപ്പോർട്ട് ആവുള്ളൂ. അപ്പോൾ ഒന്ന് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് ആക്ച്വലി ഇത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെടുത്തതല്ല. ഞാനിത് എനിക്ക് യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് അത്രയും വലിയ ഇത്രയും റിസൾട്ട് കിട്ടുമെന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും ബിഫോറും ആഫ്റ്ററും കാണിക്കാത്തത്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര റിസൾട്ടായിരുന്നു. എനിക്ക് ഷോക്കിംഗ് റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനിത് ആകെ 2 ആഴ്ച മാത്രമേ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഗൈസ്. പക്ഷേ എനിക്ക് വന്ന മാറ്റം ഉണ്ടല്ലോ, അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ല മാറ്റമാണ് എനിക്ക് വന്നത്. ഞാൻ 2 ആഴ്ച, അതെ 14-15 ദിവസമൊക്കെ ആയിട്ടുള്ളൂ ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. എനിക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന വെയിറ്റ്, അതായത് ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ എനിക്ക് ഉണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 76 കിലോ ആയിരുന്നു ഗൈസ്. ഞാൻ നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വണ്ണം വെക്കുന്ന ബോഡി അല്ല. പക്ഷേ എന്നാലും എൻ്റെ നല്ല നല്ല ഫുഡടികൾ കാരണവും നല്ല ശീലങ്ങൾ കാരണം ഞാൻ നല്ല രീതിയിൽ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. 76 കിലോ വരെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. എന്നിട്ട് അതിൽ നിന്ന് ഈ ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ മാറിയത് 71-72 കിലോ ഒക്കെ ആയിട്ട് 71.5 ആ ഒരു റേഞ്ചിലൊക്കെ ഞാൻ മാറിയിട്ട്. അപ്പം 4 കിലോ 72, 73, 74, 75, 5 കിലോ ഞാൻ കുറഞ്ഞു ഗൈസ്. 5 കിലോ ഞാൻ കുറഞ്ഞു കേട്ടോ. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവർ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തന്നെ കുറച്ച് പച്ചവെള്ളം കുടിച്ചാൽ വരെ വണ്ണം വെക്കുന്ന ബോഡി ആയിരിക്കും ചിലവർക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഡയറ്റ് എടുത്തിട്ട് വരെ വണ്ണം കുറയാത്തവരും ഉണ്ടാവും. പക്ഷേ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാവും. നിങ്ങൾ ഞാനിപ്പോൾ പറയുന്ന ടിപ്പൊന്ന് ഒരു കണ്ടിന്യൂസ്ലി ഒരു കൺസ്റ്റൻ്റ് ആയിരിക്കണം. കണ്ടിന്യൂസ്ലി ഒരു 2 ആഴ്ച ഒന്ന് ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ്, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. എന്നെ പോലെ പെട്ടെന്ന് വണ്ണം കുറയുന്നവരാണെങ്കിൽ എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ ഇത്രയും ഒരു 4-5 കിലോ വരെ കുറയും കേട്ടോ. അപ്പം ഒട്ടും വണ്ണം ഒന്നും ചെയ്തിട്ട് വണ്ണം കുറയാത്തവരാണെങ്കിൽ ഒരു 2 കിലോ എങ്കിലും 2 ആഴ്ച കൊണ്ട് കുറയും. അപ്പം എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ചിയാ സീഡാണ് കേട്ടോ. ചിയാ സീഡാണ് ഞാനിത് കൺസ്യൂം ചെയ്തത്. ഇത് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ഞാൻ ശരിക്കും ചിയാ സീഡ് കൺസ്യൂം ചെയ്യാൻ കാരണം ഞാനിങ്ങനെ വെയിറ്റ് ലോസിൻ്റെ വീഡിയോസൊക്കെ, എനിക്ക് വണ്ണം വെച്ച ടൈമിൽ ഡിപ്രഷൻ അടിച്ചിട്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പം അതിൽ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടതാണ്, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കണ്ട ഒരു സംഭവമാണ്, മെയിനായിട്ട് കണ്ടതാണ് ഈ ചിയാ സീഡ് എന്ന് പറയുന്നത്, ചിയാ സീഡ് ഡ്രിങ്ക്. അപ്പം ഞാൻ വിചാരിച്ചു ചിയാ സീഡ് ഓൾറെഡി ഞാൻ വീട്ടിലെപ്പോഴും വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട്, പക്ഷേ കഴിക്കാറുണ്ടായിരുന്നില്ല, വെറുതെ വാങ്ങിച്ച് വെക്കൽ മാത്രം ഉണ്ടായിരുന്നു. നമ്മുടെ സ്കിൻ കെയറിന് ആയിട്ട് നമ്മൾ വാങ്ങിച്ച് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഉണ്ട്. പിന്നെ അതിന് വലിയ റേറ്റും ഇല്ല. ഞാനിത് ലുലുന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ലൂസായിട്ട് വാങ്ങുമ്പോൾ ഒരു 150 രൂപയൊക്കെ ആവുള്ളൂ, ഒരു 300 ഗ്രാമിനൊക്കെ. അപ്പോൾ ഭയങ്കര അഫോർഡബിളും ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിത് യൂസ് ചെയ്തിട്ട്. പക്ഷെ നല്ല റിസൾട്ടാണ്, ഭയങ്കര ഷോക്കിംഗ് റിസൾട്ടായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. പിന്നെ ഞാനിത് കൺസ്യൂം ചെയ്യണതിൻ്റെ ഒപ്പം വല്ല എക്സസൈസും കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മടിയാണ് ഗൈസ്, സത്യം പറയാലോ മടിയാണ്. എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഞാൻ ഒരിടയ്ക്ക് ഞാൻ സൂംബയും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഈ 2 ആഴ്ചയായിട്ട് ഞാനിത് കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാനൊരു എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ
റിസൾട്ട് അപാരമായിരുന്നു. എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതേപോലെ യൂസ് ചെയ്താലാണ് നമുക്ക് നല്ല എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ചിയാ സീഡ് വലിച്ചു കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റ് ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പിന്നെന്താ പറയാനായിട്ട്, അതുപോലെ തന്നെ ഞാൻ ചിയാ സീഡിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു സ്മൂത്തിയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സ്മൂത്തിയും അടിപൊളിയായിരുന്നു. അത് സ്മൂത്തി എന്ന് പറഞ്ഞാൽ വണ്ണം കുറയാനായിട്ട് കുടിച്ചതല്ല, ഈ ചിയാ സീഡ് സ്മൂത്തി തന്നെയാണ്. അത് നമ്മുടെ മുഖത്തിനും നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ വേണ്ടിയാണ് ഞാൻ കുടിച്ചിരുന്നത്. എന്താണെന്ന് വെച്ചാൽ മുഖം നല്ലോണം ക്ലിയർ ആവാനും സ്കിൻ നല്ല ഗ്ലോ ആവാനും അതേപോലെ ഹെയർ ഫോളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ കുടിച്ച സ്മൂത്തിയാണിത്. നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ സ്കിൻ കണ്ടിട്ടില്ലേ, ഭയങ്കര ഗ്ലോ ആയിട്ടൊക്കെ ഉള്ളത് അതേപോലെ ഉണ്ടാവും കേട്ടോ. എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് സ്കിന്നിന്. അതേപോലെ എൻ്റെ ഹെയർ ഫോൾ ഉണ്ടല്ലോ, ഹെയർ ഫോൾ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്മൂത്തി എനിക്ക് എഫക്റ്റ് കിട്ടിയായിരുന്നു. അത് വെയിറ്റ് ലോസിനായിട്ട് എഫക്റ്റ് എനിക്ക് കിട്ടിയില്ല, പക്ഷെ സ്കിൻ ഗ്ലോയ്ക്ക് ഹെയറിനൊക്കെ നല്ലോണം എഫക്റ്റ് കിട്ടിയായിരുന്നു. അതും ഞാൻ ഷെയർ ചെയ്യാട്ടോ എന്താണെന്ന്. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സ്മൂത്തിയാണ്. അപ്പം നമ്മുടെ ചിയാ സീഡ് ഡ്രിങ്ക് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ചെയ്യാട്ടോ. രാവിലെ തന്നെ നിങ്ങൾ വെറും വയറ്റിലാണ് ഈ ചിയാ സീഡ് ഡ്രിങ്ക് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത്. രാവിലെ തന്നെ വെറും വയറ്റിൽ തന്നെ ചെയ്യാൻ നോക്കാട്ടോ. അതിനനുസരിച്ച് റിസൾട്ട് കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതേപോലെയാണ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇനി വേറെ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമോയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഈ വെറും വയറ്റിൽ തന്നെ ചെയ്യാൻ. രാവിലെ എണീറ്റ് പല്ല് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിയാ സീഡ് എടുക്കുക. എന്നിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം ചിയാ സീഡ് എടുത്താൽ മതി. എന്നിട്ട് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് കുറച്ച് ചെറു ചൂടുവെള്ളം, ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം വേണം. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കിയിട്ട് നമുക്കൊരു നാരങ്ങ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് വെറുതെ കുടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടണമെങ്കിൽ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുക. മധുരത്തിനോ ഞാൻ ഉപ്പിടാറുണ്ട്. അതേപോലെ തന്നെ ഈ എന്തെന്നായിരുന്നു, ശർക്കരയല്ലല്ലോ, തേനിടാറുണ്ട് കേട്ടോ. തേനും ഉപ്പോ ഇതിലേതിലും ഒരെണ്ണം ഇടാം. പക്ഷെ ഉപ്പിനേക്കാൾ കുറച്ചും കൂടി നല്ലത് തേനാണ് കേട്ടോ. തേനിട്ട് വെറും വയറ്റിൽ നമ്മൾ ഈ നാരങ്ങ വെള്ളം ചെയ്യാറുന്ന ഹണി ഏതാണോ അത് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് കുടിക്കാവുന്നതാണ് കേട്ടോ. അത് ഒരു ഗ്ലാസ്, കുറച്ച് വലിയ ഗ്ലാസ് ആയാൽ കുറച്ചും കൂടി നല്ലത്. ഒരു ഗ്ലാസ് വെറും വയറ്റിൽ കുടിക്കുക. ഉള്ള നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും ഗൈസ്. അത്രയ്ക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും. നമ്മുടെ വയറൊക്കെ ഉണ്ടല്ലോ, എനിക്ക് നല്ല വയറുണ്ടായിരുന്നതാണ്. വയറൊക്കെ നല്ലോണം കുറയും. നല്ലോണം നമ്മുടെ മേലൊന്ന് ചൊട്ടും, നല്ലോണം മാറ്റം ഉണ്ടാവും. ഹണി ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഹണി തന്നെ ഒന്ന് യൂസ് ചെയ്യാൻ നോക്കാൻ. അത് ഡെയിലി 2 ആഴ്ച ഡെയിലി നിർത്താണ്ട് കുടിച്ച് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ നല്ലതാണ്. കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ പോയി ചോറ് കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക ഒന്നും ചെയ്യരുത്. ഇത് നമ്മൾ വയറ്റിലേക്ക് എത്തി കുറച്ചൊന്ന് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ബാക്കി എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇത് കൺസ്യൂം ചെയ്തിട്ട് അപ്പം തന്നെ പോയി ഭക്ഷണം കഴിക്കരുത്. എന്തായാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുക. അപ്പം ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നാലാണ് നല്ലൊരു ആക്ച്വൽ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതേപോലെയാണ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി വേറെ രീതിയിലൊക്കെ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതുപോലെ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ടായിരിക്കും ഗൈസ്, ഞാൻ ഗ്യാരണ്ടിയാണ്. നല്ല റിസൾട്ടായിരിക്കും ഗൈസ്, അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ്. പിന്നെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് നമുക്ക് ഈ സ്മൂത്തി കുടിച്ചാൽ മതി കേട്ടോ. വേറെ ഒന്നും കഴിക്കാനും തോന്നില്ല. അത്രയ്ക്ക് ഫുൾഫില്ലായിട്ടുള്ളൊരു സ്മൂത്തിയാണ് ഇത്. ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഓട്സും ചിയാ സീഡും ഉണ്ട്. ഇത് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് ഇങ്ങനെ കുതിർത്ത് വെച്ചേക്കണെയാണ്. നമുക്ക് രാവിലെ വേണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണത്. അത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചിയാ സീഡ് മതി. പിന്നെ കുറച്ച് ഓട്സും. ഈ ഓട്സ് ആയതുകൊണ്ട് പാലൊന്നും അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഓട്സ് എടുത്തതാണ്. പിന്നെ ഒരു 5-6 ഈന്തപ്പഴം വെള്ളത്തിലിട്ട് രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ കുറച്ച് ബദാമും ഒരു 5-6 ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതും, പിന്നെ കുറച്ച് പഴവും ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ആപ്പിൾ ആയാലും ഇടാം കേട്ടോ. ഇപ്പോൾ ആപ്പിളോ പഴമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാവുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എനിക്ക് പാല് ഒഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാല് തികച്ചും ഓപ്ഷണലാണ്, വേണമെന്നൊന്നുമില്ല. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ
നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കറുകപ്പട്ടയുടെ പൊടി ഉണ്ടല്ലോ, അതും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആഡ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാണ്ട് കാണിച്ചത്. ഇപ്പോൾ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര റിസൾട്ടാണ്, എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.